ക്ലിനിക്കൽ സർവീസിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നതാണ്. അദ്ദേഹം ഏറ്റവും നല്ല വിദഗ്ധ ഡോക്ടർമാരിൽ ഒരാൾ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് അദ്ദേഹം കക്ഷി പിടിക്കാൻ നടക്കണ്ടായിരുന്നു. രണ്ടല്ല, 3 പേരെ അപ്പം തന്നെ ഇല്ലല്ലോ. ഉള്ളിൽ കിടന്ന വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ആരുമില്ല എന്ന് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിലേക്ക് ഇത് തിരിച്ചു വിടുന്ന എന്തിനാണെന്നറിയാമോ? ഞങ്ങൾ ജയകുമാറും തമ്മിലുള്ള തർക്കാക്കി മാറ്റാനാണ്. കാരണം ജയകുമാറിൻ്റെ ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് ഈ കേരളത്തിലെ മുഴുവൻ ഡോക്ടേഴ്സിനും അറിയാം. നാഷണൽ ഇൻ്റർനാഷണൽ രംഗത്തും അദ്ദേഹത്തിന് റെക്കഗ്നേഷൻ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൽപ്പേര് കൊണ്ട് ഈ ദുർനടപടിയെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വിടുക. അദ്ദേഹം ക്ലിനിക്കൽ സർവീസ് നടക്കട്ടെ. ഞങ്ങൾ പറയുന്ന അതല്ല, അവിടെ ഇടിഞ്ഞു വീണതാണ്. ഇവിടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു കാര്യം കൂടെ വായിച്ചോളൂ. അദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പ് ഏതോ ഒരാൾ ഇതിനകത്ത് ഫിറ്റല്ല എന്ന് പറഞ്ഞാൽ എഴുതിയോ അങ്ങനെ എന്തോ ഉണ്ട്, പക്ഷേ ഇത് പൊളിച്ചു മാറ്റണമെന്ന് ഒരു റിപ്പോർട്ടും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അപ്പം ഈ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റും ഈ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കുക? അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊരു റിപ്പോർട്ടും ഇല്ല, ആരും അത് പറഞ്ഞിട്ടുമില്ല. 2013 റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊളിക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞല്ലോ. അത് അങ്ങനെ അതിനെ വിപുലപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിപുലപ്പെടുത്താൻ UDF-നെ കക്ഷി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുറത്തോട്ട് വലിച്ച് പുറകോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം തന്നെ അത് പൊളിച്ചല്ലോ. അദ്ദേഹം പറയുന്നത് എല്ലാം സത്യമാണെങ്കിൽ ഇതും സത്യമല്ലേ? അപ്പോൾ അത് കുഴപ്പമില്ല. ഏതോ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് വലിയ കഥയൊന്നുമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ അതാണ്.